നമസ്കാരം. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ എന്ന ബി.ജെ.പിയുടെ ആശയപ്രചാരകൻ തീക്ഷ്ണമായ വാക്കുകൾ കൊണ്ട് എതിരാളികളെ അടിച്ചമർത്തുന്ന ആശയപ്രചാരകനായ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്. സന്ദീപ് വാര്യർക്കെതിരെ നേരത്തെ പാർട്ടി നടപടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായി തെറ്റിപ്പിരിയുന്നു. അതായത് സന്ദീപ് വാര്യർക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വേദിയിൽ കസേര നൽകിയില്ല എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം സി കൃഷ്ണകുമാറിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അതായത് തൻ്റെ അമ്മയുടെ മരണത്തിനടക്കം സംസ്ഥാന സമിതിയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല, ബി.ജെ.പിക്ക് വേണ്ടി സംസ്ഥാന സമിതിക്ക് വേണ്ടി ആരും റീത്ത് വച്ചില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടക്കേട് അദ്ദേഹം തുറന്നു പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ ബി.ജെ.പി വിടാനാണ് സന്ദീപ് വാര്യരുടെ ഒരുക്കം എന്നെല്ലാവരും വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. അതായത് CPM-ലേക്കോ CPI-യിലേക്കോ പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസിലേക്ക് പോയത് തീർച്ചയായും ഒരു ഘട്ടത്തിൽ ബി.ജെ.പി ഞെട്ടി എന്ന് തന്നെ പറയാം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും അവസാന ലാപ്പിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അതൊരു ഞെട്ടലാകുമെന്നാണ് എല്ലാവരും വിലയിരുത്തിയത്. പക്ഷേ ബി.ജെ.പി അതിനോട് വളരെയധികം പക്വതയോടുകൂടിയാണ് പ്രതികരിച്ചിട്ടുള്ളത്. സന്ദീപ് വാര്യർ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, അതിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധമൊന്നുമില്ല, ബി.ജെ.പി അത് ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് സ്ഥാനാർത്ഥി അടക്കം പറയുന്നത്. എന്തായാലും ഈ ഒരു സന്ദീപ് വാര്യറിൻ്റെ കോൺഗ്രസിലേക്കുള്ള പോക്കിൽ പ്രതികരിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ സംഘടനാ നടപടി എടുത്തിരുന്നു. ആ സംഘടനാ നടപടി എന്തിനായിരുന്നു എന്ന് താൻ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് തൻ്റെ മാന്യത കൊണ്ടാണ് എന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് കൃത്യമായ ഒരു സൂചനയാണ്. അതായത് സന്ദീപ് വാര്യർക്കെതിരെ ചില രഹസ്യങ്ങൾ സുരേന്ദ്രൻ അറിയാം. അതായത് സുരേന്ദ്രൻ വായ തുറന്നാൽ തീർച്ചയായും സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കാൻ പറ്റിയ എന്തോ ഒന്ന് ബി.ജെ.പിയുടെയും കെ സുരേന്ദ്രൻ്റെയും പക്കലുണ്ട് എന്ന് തന്നെയാണ്. കാരണം അന്ന് ആ ഘട്ടത്തിൽ സന്ദീപ് വാര്യരെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നെല്ലാം ബി.ജെ.പി പുറത്താക്കുമ്പോൾ പലരും പലതവണ മാധ്യമപ്രവർത്തകരടക്കം സുരേന്ദ്രനോട് എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി എടുത്തത് എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അച്ചടക്ക നടപടി എടുത്തു എന്നല്ലാതെ എന്തിനു വേണ്ടിയായിരുന്നു അത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞില്ല. പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം അത് ആ രഹസ്യമാക്കി തന്നെ വെച്ചു. സന്ദീപ് വാര്യറും ഇതിനോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരുന്നത്. അന്ന് സംഘടനാ തലത്തിൽ തൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ പോയപ്പോൾ തന്നെ ഉടനടി അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അത് ശരിയാണെങ്കിലും ഇല്ലെങ്കിലും പിന്നീട് ആ സന്ദീപ് വാര്യർ ഇക്കാര്യങ്ങൾ പാർട്ടി മാറ്റം ആ ഘട്ടത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിന് പിന്നിൽ ഈ രഹസ്യമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് തനിക്ക് സ്ഥാനമാനങ്ങൾ എന്തായാലും നഷ്ടപ്പെട്ടു, സംഘടന നടപടി സ്വീകരിച്ചിരിക്കുന്നു, ആ നടപടിയെ ഞാൻ അംഗീകരിക്കുന്നു, ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി തുടരും, ബി.ജെ.പിയുടെ സാധാരണ പ്രവർത്തകനായി തുടരും, ജനസേവനം ചെയ്യാൻ തനിക്ക് അത് മതി എന്നാണ് അന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചിരുന്നത്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിട്ടുപോയവരെ അല്ലെങ്കിൽ മാറി നിൽക്കുന്നവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിക്കണമെന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള പലരെയും തിരികെ പാർട്ടിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതിൽ സന്ദീപ് വാര്യരെ സുരേന്ദ്രൻ തന്നോടൊത്ത് ചേർത്ത് നിർത്തുന്നു. പിന്നീട് അതാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അന്ന് സന്ദീപ് വാര്യർക്ക് നൽകിയിരുന്നു. ആ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് സന്ദീപ് വാര്യർ തന്നെയായിരുന്നു. പക്ഷേ പിന്നീടും ഈ ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയുമായി ഇടയുന്നു, പിന്നീട് പുറത്തു പോകുന്നു. എന്തായാലും ഇപ്പോഴും കെ സുരേന്ദ്രനും ബി.ജെ.പിയും അത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ ഭാവി പരിപാടികളിൽ ബി.ജെ.പി നേതാക്കളെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളൊന്നും ഉണ്ടാവില്ല. മറിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും സന്ദീപ് വാര്യർ ശ്രമിക്കുക എന്നാണ് വിലയിരുത്തൽ. കാരണം പിണറായി വിജയനെതിരെ അതുപോലെ തന്നെ CPM-നെതിരെ ശക്തമായി സംസാരിക്കുവാനുള്ള
കരുത്ത് അത് സന്ദീപ് വാര്യർക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്താനാണ് പാർട്ടിയുടെ തീരുമാനം. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഒരു ഉറച്ച സീറ്റാണ്, വിജയ സാധ്യതയുള്ള ഏറ്റവും അധികം ഷുവർ സീറ്റ് എന്നൊക്കെ തന്നെ പറയാവുന്ന, അത് വേണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് പോലും തരാൻ തയ്യാറാണ്. അതിലുപരി അവിടെ നിന്നും വിജയം ഉറപ്പാക്കും പാർട്ടി. അതിനുശേഷം നിയമസഭയിൽ ഭൂരിപക്ഷം UDFന് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിലെ മന്ത്രിസ്ഥാനം പോലും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തൽക്കാലം സംസ്ഥാന നേതൃത്വത്തെയും ഈ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ചില ചെറിയ പടക്കം പൊട്ടിക്കലൊക്കെ ആദ്യഘട്ടത്തിൽ സന്ദീപ് വാര്യർ നടത്തിയെങ്കിലും തൽക്കാലം BJP സംസ്ഥാന അധ്യക്ഷനെയോ BJPയുടെ സംസ്ഥാന നേതൃത്വത്തെയോ അധികം കടന്നാക്രമിക്കാതെ CPMനെ കടന്നാക്രമിച്ച് കോൺഗ്രസിൽ തുടരുക എന്നതായിരിക്കും സന്ദീപ് വാര്യരുടെ നയം എന്നാണ് പലരും വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.